ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഓപ്പൺ പോസിനെ ഷ്രിങ്ക് ചെയ്യാനും നമ്മുടെ ഫേസിനൊന്ന് ടൈറ്റാക്കി നിർത്താനും അതുപോലെ തന്നെ നല്ല സ്മൂത്താക്കാനും ഒരു ഗ്ലോ തരാനൊക്കെ കഴിവുള്ള ഒരു കിടിലൻ ഫേസ് പാക്കാണ് ഇന്നത്തേത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മിസ്റ്റിക് മന്ത്ര. അപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതും കെമിക്കൽസ് വളരെ കുറവുള്ളതുമായ നല്ല റിസൾട്ട് തരുന്ന നാച്ചുറൽ റെമഡീസാണ്. നമുക്കെങ്ങനെ മോയ്സ്ചറൈസർ ഉണ്ടാക്കാം, എങ്ങനെ ടോണർ ഉണ്ടാക്കാം, എങ്ങനെ വൈറ്റമിൻ സി സെറം ഉണ്ടാക്കാം, അങ്ങനെ ഒത്തിരി വീഡിയോസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് തരുന്ന ബെനിഫിറ്റിനെ പറ്റി ഞാൻ കുറച്ചൊരു കാര്യങ്ങൾ പറയാം. നമ്മുടെ ശരീരത്തിലുള്ള സ്കിന്നിൽ എല്ലായിടത്തും പോസ് ഉണ്ട്. അപ്പോൾ ഈ പോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വില്ലനല്ല, ഇത് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വിയർപ്പും അതുപോലെ തന്നെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ കണ്ടൻ്റ് ആയിട്ടുള്ള സെബവും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു പോഴ്സിലൂടെയാണ്. അപ്പോൾ കറക്റ്റ് അളവിൽ വിയർക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള എക്സസ് സോൾട്ടും വാട്ടറൊക്കെ ഈ ഒരു സ്വെറ്റിലൂടെയാണ് നമ്മുടെ ശരീരം പുറന്തള്ളുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഈ പോസ് നമുക്കൊരു വില്ലനായി മാറുന്നത് അത് വളരെ വലുതായി വരുന്ന സമയത്താണ്. സാധാരണ രീതിയിൽ ഈ ഒരു പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും കണ്ണ് വെച്ച്, അതായത് നേക്കഡായി വെച്ച് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ചെറുതാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ പോസ് വലുതാകുകയും നമ്മളതിനെ ഓപ്പൺ പോസ് അല്ലെങ്കിൽ എൻലാർജ്ഡ് പോസ് എന്നൊക്കെ പറയുകയും ചെയ്യും. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഫേസിലെ പല പല സൈസിൽ ഇതുപോലെ ഓപ്പൺ പോസ് ഉണ്ടാവാം. അപ്പോൾ ഈ പോറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ജനറ്റിക്കലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടി കുറേ ഫാക്ടേഴ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹോർമോണൽ ചേഞ്ചസ്, സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഒരു കൃത്യമല്ലാത്തൊരു സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഈ ചെറിയ ചെറിയ കുഴി പോലെയുള്ള സമയത്ത് നമ്മുടെ സ്കിന്ന് കാണുമ്പം ഒരു റഫായിട്ടും അണീവനായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ചിലവർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഓപ്പൺ പോസ് പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ വന്ന് ക്ലോഗ് ആകാനും അത് പിന്നീട് മുഖക്കുരുവാകാനും അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒക്കെ ആയി മാറാനും വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ മുഖത്തിനെ നല്ല ടൈറ്റാക്കി നിർത്തുന്നതായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 നുള്ളളവിൽ കിച്ചണിൽ കുക്കിങ്ങിനൊക്കെ എടുക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് അല്ലെങ്കിൽ യോഗട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തൈരാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ യോഗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്താലും മതിയാകും. അതിനുശേഷം നമ്മൾ ഒരു 3 അല്ലെങ്കിൽ 4 തുള്ളി ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഒലീവ് ഓയിൽ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലെ കടലപ്പൊടിയൊക്കെ കട്ട പിടിച്ച് കിടക്കാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വരുന്ന രീതിയിൽ വരെ നമ്മളൊരു സമയമെടുത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, നോർമലായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും. അങ്ങനെ ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴാണ് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഏതൊരു ഫേസ് പാക്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് കഴുകി മേക്കപ്പ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് നല്ലൊരു തണുപ്പുണ്ട് ഈ ഒരു ഫേസ് പാക്കിന്. അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കടലപ്പൊടിക്ക് നമ്മുടെ ഫേസിലുള്ള ഈ പോസിനൊക്കെ ക്ലോഗ് ചെയ്യും, അതുപോലെ തന്നെ അത് എൻലാർജൊക്കെ ചെയ്യാൻ കാരണമായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനൊക്കെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ ടർമറിക്കിന് നമ്മുടെ സ്കിൻ ടോണിനെ ഈവൻ ഔട്ട് ചെയ്യാനും അതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വയ്ക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം നമുക്കിത് കഴുകിക്കളയാം. അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ.
അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുഖത്ത് ഒത്തിരി ഓപ്പൺ പോസ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ഇത് അപ്ലൈ ചെയ്യാം. അല്ലാതെ കുറച്ച് പോസൊക്കെ ഉള്ളെങ്കിൽ ആഴ്ചയിൽ 2 തവണ മതിയാകും. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്താണെങ്കിലും നല്ല 100% പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ കമൻറ്റ് എനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും ഒത്തിരി വാല്യുബിൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.